ചരക്കുമായി പോയ ലോറികൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കാര്യാലയത്തിന് മുൻപിലെ വൈദ്യുത ലൈനുകളും ഇന്റർനെറ്റ് കേബിളുകളും കുടിവെള്ള പൈപ്പുകളും നശിപ്പിച്ചതായി പരാതി. കട്ടപ്പന ബസ്സിലെ സാധനങ്ങൾ കൊണ്ടുപോയ വാഹനങ്ങളാണ് നാശനഷ്ടമുണ്ടാക്കിയത്. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഉണ്ടായത്. കട്ടപ്പന ഫെസ്റ്റിലെ ടണൽ എക്സ്പോ സാധന സാമഗ്രികൾ മുനിസിപ്പൽ മൈതാനിയിൽ നിന്നും ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. വൈദ്യുത ലൈനുകളും ടിവി ഇന്റർനെറ്റ് കേബിളുകളും വലിയ തോതിൽ നശിപ്പിച്ചു. ഇതോടൊപ്പം മേഖലയിലെ കുടുംബങ്ങളുടെ കുടിവെള്ള പൈപ്പിനും തടസ്സമുണ്ടാക്കിയെന്ന് നാട്ടുകാർ പറയുന്നു. മുനിസിപ്പാലിറ്റി കാർണിവൽ നടത്തിയ ലോറി പോയപ്പം കേബിളും പിന്നെ കറണ്ടിന്റെ വയറും എല്ലാം പൊട്ടി. ഇവിടെ കുറേ വീട്ടുകാർക്ക് മൊത്തം കണക്ഷൻ എല്ലാം പോയി. ഒന്നുമില്ല, ഇതുവരെ ശരിയാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ നമുക്ക് കറണ്ട് കൊണ്ടുള്ള ഉപയോഗമാണ് മൊത്തം. അതുകൊണ്ട് കറണ്ട് ബില്ലിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ നഷ്ടങ്ങളുണ്ടാവും. ഈ ഭാഗത്ത് ഒരു 10-50 വീട്ടുകാർക്ക് നല്ല ശതമാനം നഷ്ടമുണ്ട് ഇതിന്റെ പേരിൽ, കറണ്ട് പോയതിന്റെ പേരിൽ. വൈദ്യുതി നിലച്ചതോടെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഇരുട്ടിലായി. പല ഭാഗങ്ങളിലേക്കുമുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളും നിലച്ചു. വൈദ്യുതി ലൈനുകൾ തകർന്നതോടെ വലിയ നഷ്ടമാണ് ബോർഡിനുണ്ടായത്. ഒപ്പം ടിവി കേബിൾ, ഇന്റർനെറ്റ് ഫൈബർ കേബിളുകൾ നശിച്ചതോടെ 1.5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സ്വകാര്യ കേബിൾ കമ്പനിക്കും ഉണ്ടായി. നാശമുണ്ടായതോടെ ലോറികൾ തടഞ്ഞിട്ടു. സംഭവത്തിൽ നാശനഷ്ടം ഉണ്ടായവർ പോലീസിൽ പരാതി നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.